കേസ് കൊടുക്കാം. അവൻ്റെ പൈസ പണ സാധനം ഇനി ഓരോ കാര്യത്തിന് വന്നിട്ടേ അംസ അംസ എന്ന് പറഞ്ഞു വാ. കൊടുക്കടി കേസ്. என்னாச்சு ஹம்சா? என்ன சண்டை? வா. என்ன சாரு? என்ன பிரச்சனை? ஆயிஷா. എന്താ നിഷ? എന്താ വിഷയം? அந்த ஹம்சா தொல்லை தாங்க முடியல ஆயிஷா. நம்ம வெளிய போக முடியாததை அவன் நல்லா பயன்படுத்திக்கிறான். சொன்ன பொருள் எதுவுமே வாங்கி கொடுக்காம அவனோட பொண்டாட்டி கிட்ட பேசுற மாதிரி நம்மள பயமுறுத்திட்டு இருக்கான். ഇതിനിപ്പോ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാം. വാ. മാമ, we have small problem. What is it? Tell me. Tell. Don't worry, tell. Why not tell? No. Mama, Gaddamas here, Saudi. Only see Riyadh airport, this palace. They no go out, not buy anything. Driver taking money from us, but not buy anything. What about your weekly off? மம்மா முன்னாடி ஆஃப் டே தேர். தட் ஆக்சிடென்ட், ஷீ ரன் அவே, தென் இன் ஹாஸ்பிட்டல். அதுக்கப்புறம் வெளியே கூட்டிட்டு போறதை ஸ்டாப் பண்ணிட்டாங்க. Oh, yes. I know who's behind this. Tomorrow Friday. Off, right? Whoever wants to buy, you take them to the market. And you will be responsible for them. Nobody will stop them. This is my word. Thank you, Mama. Thank you so much. Assalamualaikum. Wa alaikum salam wa rahmatullah. But the market is risk. Oh no, if you don't go ahead, then we would fully lose the chance of going on. You should take the risk and proceed. Don't worry, we go safe, we come back safe. أمي موافقة عليها. قولي لي أنت أنا شو أسوي؟ اسمع، هذه مو مثل ما توقعنا، هذه خبيثة. معقولة؟ أنت تعرف إنها تروح معاهم سوق بتة؟ معناها إيش؟ يا إنها لها حد هناك، يا إنها قاعدة تخطط تخطيط من راسها. طب وإيش رأيك؟ نبعت حمزة وراهم يراقبهم ويشوف شو نواياهم. وليه حمزة يروح لوحده؟ حنا هنروح معاه. ضروري يعني؟ نعم ضروري. شو منسوي؟ سارة، خلهم يروحون قبلنا. ഇതാ മാർക്കറ്റ് കേട്ടാ. ദേ വഴിക്കൂടെ പോയാൽ മതി. പിന്നെ സ്ഥലം നോട്ട് ചെയ്യണം, ബാഗ് സൂക്ഷിക്കണം. കണ്ണ് തെറ്റിയ പിന്നെ കാണില്ല കേട്ടോ. भैया, हाँ, ये बच्चों का ड्रेस कहाँ? थोड़ा आगे जाना, पहला मार्केट उधर ही है. हाँ उधर. ഇതിന്റെ റേറ്റ് എത്രയാ? 50 റിയാൽ. മലയാളിയാണല്ലേ? വില ചോദിച്ചു പോകുന്നത് കണ്ടപ്പോൾ മനസ്സിലായി. ഇത്രയും കാശ് കൊണ്ട് നാട്ടിലെന്തൊക്കെ നടക്കുമെന്ന് കണക്കൂട്ടി കാണും. എൻ്റെ എത്താത്ത ഇഷ്ടപ്പെട്ട ഭക്ഷണം, വസ്ത്രം, കാഴ്ചകൾ, ഇതൊക്കെ നമ്മൾ പ്രവാസികൾക്കും വേണ്ടേ? മാത്രമല്ല നമുക്ക് ഇതൊന്നും ആരും കൊണ്ടുത്തരാനും പോകുന്നില്ല. നിങ്ങളെക്കൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി കൊണ്ട് പറയുന്നൊന്നുമല്ല. നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്ന മാനസികാവസ്ഥ ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ മനുഷ്യനും ഓരോ പ്രശ്നങ്ങളല്ലേ. കണക്ക് കൂട്ടി ജീവിച്ചാൽ തന്നെ എവിടെയെങ്കിലും എത്തിക്കാൻ വലിയ പാടാ. നിങ്ങളെന്താണ് അന്തം പൊട്ടിക്കുന്നത്? സഖാവേ, ഇതേപോലെ നമ്മളെ ആയിഷാത്തനെ പോലെ തോന്നില്ലേ?
കണ്ടിട്ട് ആയിഷാത്ത തന്നെയാണെന്നാണല്ലോ തോന്നുന്നത്. നിങ്ങളെന്ത് വർത്താനീ പറയുന്നത്? ആയിഷാത്ത് എങ്ങനെ ഇവിടെ തന്നെ? പിന്നെ വേഷം കണ്ടാന്നോടെ ഏതോ വീട്ടിലെ ഗദ്ദാമിയാണ്. എന്താ സുവിശേ, ഇന്നലത്തെ കാര്യമാണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല കോയക്ക, നമ്മുടെ ആയിഷാത്താനെ പോലെ ഒരാള്. ഒറ്റ നോട്ടത്തിൽ ആയിഷ തന്നെ, ഏതോ നാടകത്തിന് കോസ്റ്റ്യൂം ഇട്ട പോലെ. നിങ്ങൾ ഈ പറഞ്ഞ ആയിഷ ആരാണ്? അറിയൂലേ? പറഞ്ഞാ തീരൂല. അതൊരു കാലഘട്ടത്തിന്റെ കഥയാണ്. കലയുടെ ചരിത്രത്തെ പെണ്ണിലൂടെ നടത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വീരഗാഥ, നിലമ്പൂർ ആയിഷ. അങ്ങനെയാണെങ്കിൽ ഞമ്മക്കൊന്ന് പോയി നോക്കി സംശയം തീർത്താമോ? ആയിഷാത്താന്റെ ഈ വേഷത്തിൽ ഇവിടെ? ഇപ്പോൾ ഇതാണ് എൻ്റെ വേഷം. വല്ല നാടകവും അതിനു വേണ്ടി വന്നാണോ? അങ്ങനെയും പറയാം. ഞങ്ങളിങ്ങനെ സംശയിച്ച് നിൽക്കുകയായിരുന്നു. നിങ്ങളാണ് കൺമുമ്പിൽ നിന്ന് വിശ്വസിക്കാൻ സമയമെടുത്തു. എന്നെ ഈ വേഷത്തിൽ കണ്ടിട്ടും നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അതൊരു പക്ഷേ എന്നെ പല വേഷങ്ങളിൽ കണ്ട് ശീലിച്ചതുകൊണ്ടാവും. ندير عندي ما نخبر حدا اللي شفناه هنا. حمزة سمعت؟ سمعت ولا؟ سمعته. أقول مو لازم نطول في المكان هذا. يلا خلينا نروح. بابا أكثر من دول. ഈ കാഴ്ച ഞങ്ങൾക്കാർക്കും സഹിക്കൂല സഖാവേ. ഞങ്ങളെപ്പോലുള്ള പാർട്ടി പ്രവർത്തകരുടെ അശ്രദ്ധയാണ് ഞാനിതിനെ കാണുന്നത്. അല്ലാതെ സ്വന്തം ജീവിതം തന്നെ കലയ്ക്കും പാർട്ടിക്കും വേണ്ടി സമർപ്പിച്ച ഒരാൾ ഇതുപോലെ ലോകത്ത്. സ്റ്റേജിലും ക്യാമറയ്ക്ക് മുന്നിലുള്ള അഭിനയം മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചില്ല. അതിൻ്റെ പ്രശ്നങ്ങളാണ്. ആരോടും പറയാതെ മുങ്ങിയതാ. ഞാൻ പോന്നേ പിന്നെയാണ് സഖാക്കളൊക്കെ അറിഞ്ഞത്. അങ്ങനെ ആരും അറിയാതെ മുങ്ങാൻ മാത്രം അങ്ങനെ എന്താ ഉണ്ടായത്? എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം ആയില്ലേ? പോലെ അല്ല, ഏത് ഏരിയയിലാണ് വീടെന്ന് പറഞ്ഞത്? അത് ഡ്രൈവർ പറഞ്ഞുതരും. ഇതെന്റെ വക വാങ്ങണം.